2013-14 കാലയളവിലൊക്കെ സോഷ്യൽ മീഡിയ വിശേഷിച്ച് ഫേസ്ബുക്ക് ഒക്കെ അധികം യൂസ് ചെയ്യുന്ന ആളുകൾക്ക് ഓർമ്മയുണ്ടാവും. അന്ന് ഈ ഉത്തർപ്രദേശിനെ കുറിച്ച് ധാരാളം വാർത്തകൾ വരാറുണ്ട്. ഉത്തർപ്രദേശിനെ നമ്മൾ മലയാളികൾ വളരെ പുച്ഛത്തോടെ നോക്കിയിരുന്ന ഒരു കാലഘട്ടമാണ്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും അപരിഷ്കൃതരായിട്ടുള്ള മനുഷ്യരുള്ള നമ്മളെപ്പോഴും വൃത്തിയില്ലാത്തവരെന്നും ബുദ്ധിയില്ലാത്തവരെന്നും ഒക്കെ പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പേര് കളിയാക്കുകയും അധിക്ഷേപിക്കുകയും ഒക്കെ ചെയ്തിരുന്ന ഉത്തർപ്രദേശ് 2025 എത്തി നിൽക്കുമ്പോൾ ഇന്ത്യയിൽ അതിവേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനമാണ്. വരും വർഷങ്ങളിൽ 25-26% വരെ GDP ഗ്രോത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുന്ന ഉത്തർപ്രദേശ് നിലവിൽ നമ്മുടെ രാജ്യത്തെ മൂന്നാമത്തെ ഏറ്റവും ശക്തമായ എക്കണോമിയാണ്. GDPയുടെ കാര്യത്തിൽ 3rd പൊസിഷനിലാണ് ഉത്തർപ്രദേശ്. എന്ന് മാത്രവുമല്ല, 2030 $1 ട്രില്യൺ GDP ഉള്ള സംസ്ഥാനമായിട്ട് ഉത്തർപ്രദേശിനെ മാറ്റാൻ പറ്റുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കൃത്യമായൊരു വിഷനോട് കൂടിയിട്ടാണ് സ്റ്റേറ്റ് മുന്നോട്ട് പോകുന്നത്. 2047 ആകുമ്പോൾ $6 ട്രില്യൺ GDP ഉള്ള സംസ്ഥാനമാക്കി ഉത്തർപ്രദേശിനെ മാറ്റുക എന്നതാണ് നിലവിൽ ഗവൺമെന്റിന്റെ ലക്ഷ്യം. ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് ഒരു പ്രഖ്യാപനമുണ്ടായി. ഈ തായ്വാൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന തായ്വാൻ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക് മാനുഫാക്ചേഴ്സ് അസോസിയേഷൻ ഉത്തർപ്രദേശിൽ ഒരു ടെക്നോളജി പാർക്ക് സ്ഥാപിക്കാൻ പോവാണ്. അതായത് ഉത്തർപ്രദേശിൽ ഉണ്ടാവുന്ന വളർച്ച കമ്പനിയെ അത്തരം ഒരു തീരുമാനത്തിലേക്ക് പ്രേരിപ്പിക്കുകയാണെന്നാണ് കമ്പനി പറയുന്നത്. ആപ്പിളിന്റെ അടക്കം ഘടകങ്ങൾ നിർമ്മിക്കുന്ന ഫോക്സ്കോൺ എന്ന് പറയുന്ന കമ്പനിയുടെ ചെയർമാനാണ് നിലവിൽ ടീമ എന്ന പേരിൽ അറിയപ്പെടുന്ന തായ്വാൻ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക് മാനുഫാക്ചേഴ്സ് അസോസിയേഷന്റെയും ഹെഡ് എന്ന് പറയുന്നത്. സോ UP-യിൽ അതിന്റെ ഒരു ഡെവലപ്മെന്റ് പൊട്ടൻഷ്യൽ മനസ്സിലാക്കിയിട്ട് സമാനമായൊരു പാർക്ക് നിർമ്മിക്കാനായിട്ട് ഇവർ ആലോചിക്കുന്നുണ്ട്. സോ എന്തുകൊണ്ട് ഉത്തർപ്രദേശ് തിരഞ്ഞെടുക്കുന്നു? ഉത്തർപ്രദേശ് മാത്രമല്ലല്ലോ, ഇന്ത്യയിൽ ഒരുപാട് സംസ്ഥാനങ്ങളില്ലേ. ആ ഒരു ചോദ്യത്തിലേക്ക് നമ്മൾ പോകുമ്പോഴാണ് ഉത്തർപ്രദേശിൽ നടക്കുന്ന, നമ്മൾ പലപ്പോഴും കണ്ടില്ല എന്ന് വയ്ക്കുന്ന അതിശയകരമായ വികസനത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഉത്തർപ്രദേശ് എന്ന് പറയുന്നത് കൃത്യമായൊരു വിഷനോട് കൂടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു സ്റ്റേറ്റ് ആണിപ്പോൾ. അവിടെയുള്ള ഇപ്പോൾ ഓരോ നഗരങ്ങൾ എടുത്താൽ പോലും അതിലെ പുരോഗതി നമുക്ക് വ്യക്തമായി കാണാൻ കഴിയും. ഉത്തർപ്രദേശിൽ ധാരാളം നഗരങ്ങൾ അതിവേഗത്തിൽ പുരോഗതി കൈവരിക്കുന്നുണ്ട്. ഇപ്പോൾ നോയിഡ ഉത്തർപ്രദേശിൽ വളരെ ഡെവലപ്മെന്റ് ഉണ്ടായിരിക്കുന്ന ഒരു പ്രദേശമാണ്. ഗ്രേറ്റർ നോയിഡ ഏരിയ ഒക്കെ വളരെയധികം വികസനം നടന്നു കഴിഞ്ഞ ഒരു പ്രദേശമാണ് ഓൾറെഡി തന്നെ. മീററ്റ് പോലെയുള്ള പ്രദേശങ്ങളെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ ഉത്തർപ്രദേശ് ഭരണകൂടം. പുതിയ പുതിയ ഇന്റർനാഷണൽ എയർപോർട്ട്, എക്സ്പ്രസ് വേകൾ, ഇന്ത്യയിൽ തന്നെ എനിക്ക് തോന്നുന്നു ഏറ്റവും അധികം എക്സ്പ്രസ് വേകൾ കടന്നു പോകുന്നത് UP-യിലാണ്. ഈ പുതിയൊരു എക്സ്പ്രസ് വേ വന്നു കഴിഞ്ഞാൽ അതിനനുബന്ധമായിട്ടൊരു നഗരത്തെ ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് അവരുടെ ഒരു പുതിയ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഇപ്പോൾ യമുന എക്സ്പ്രസ് വേയെ ബേസ് ചെയ്തിട്ട് ഭയങ്കരമായ ഡെവലപ്മെന്റ്സ് നടക്കുന്നുണ്ട്. അതുപോലെ ഗംഗ എക്സ്പ്രസ് വേ ബേസ് ചെയ്തിട്ടുള്ള ഡെവലപ്മെന്റ്സ് നടക്കുന്നുണ്ട്. കാർഷിക രംഗത്തും വ്യാവസായിക രംഗത്തും അതുപോലെ സർവീസ് മേഖലയിലും ഒരുപോലെ വളർച്ച കൈവരിക്കുന്ന ഒരു സംസ്ഥാനമായിട്ട് UP മാറിയിരിക്കുകയാണ്. ഇപ്പോൾ ലക്നൌവിലുള്ള IT സിറ്റി, ഈ IT സിറ്റി എന്ന് പറയുന്നത് ഇന്ത്യയിലെ തന്നെ മേജർ ആയിട്ടുള്ള സിറ്റികളിൽ ഒന്നായിട്ട് മാറിയിരിക്കുകയാണ്. HCL അടക്കമുള്ള നിരവധി IT കമ്പനികൾ ഇന്ന് ഇവിടെ ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുകയാണ്. അതുപോലെ ഉത്തർപ്രദേശിലെ ഡിഫൻസ് ഇൻഡസ്ട്രിയൽ കോറിഡോർ കാര്യമായ പുരോഗതി കൈവരിക്കുന്ന ഒരു പദ്ധതിയാണിത്. ആഗ്ര, ലക്നൗ, കാൺപൂർ, ഝാൻസി തുടങ്ങിയ പ്രദേശങ്ങളെയൊക്കെ തന്നെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രോജക്റ്റാണ് ഈ ഉത്തർപ്രദേശ് ഡിഫൻസ് ഇൻഡസ്ട്രിയൽ കോറിഡോർ എന്ന് പറയുന്നത്. ഈ എക്സ്പ്രസ് വേ നെറ്റ്വർക്കിന്റെ കാര്യം പറഞ്ഞാൽ ഗോരഖ്പൂർ ലിങ്ക് എക്സ്പ്രസ് വേ എന്നൊക്കെ പറയുന്നത് ശരിക്കും ഉത്തർപ്രദേശിന്റെ മുഖച്ഛായ തന്നെ മാറ്റിമറിക്കുന്നതാണ്. സെമി കണ്ടക്ടർ ഹബ്ബുകൾ നിരവധിയാണ് ഒന്നിനു പുറകെ ഒന്നായിട്ട് ഉത്തർപ്രദേശിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ വലിയ ഇൻവെസ്റ്റ്മെന്റ്സ്, പ്രത്യേകിച്ച് ഉത്തർപ്രദേശിൽ ഈ സോളാർ സെൽ മാനുഫാക്ചറിങ് ഫെസിലിറ്റി, EV കമ്പോണൻസിന്റെ മാനുഫാക്ചറിങ് ഫെസിലിറ്റീസ്, അതുപോലെ സെൻസറുകളുടെ പ്രൊഡക്ഷൻ യൂണിറ്റുകൾ, ഇതെല്ലാം തന്നെ ഉത്തർപ്രദേശിൽ ദിനം പ്രതി വളരെ ശക്തമായിട്ട് വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതുമാത്രമല്ല അയൺ സ്റ്റീൽ പ്ലാന്റുകൾ, അതുപോലെ തന്നെ സോളാർ മാനുഫാക്ചറിങ് പാർക്ക്, പേപ്പർ മില്ലുകൾ, PCB ഇലക്ട്രോണിക്സ് യൂണിറ്റുകൾ, സിമന്റ്, റിന്യൂവബിൾ പ്രോജക്ട്സ്, അങ്ങനെ ഉത്തർപ്രദേശ് എന്ന് പറയുന്ന സ്റ്റേറ്റ് ആരും തിരിഞ്ഞു നോക്കാതെ കിടന്ന ഒരു സ്റ്റേറ്റിൽ നിന്ന് നമ്മുടെ ലുലു മോൾ അടക്കം എത്തുന്ന ഒരു ലെവലിലേക്ക് UP മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം. സോ അവർക്ക് കൃത്യമായിട്ടുള്ളൊരു വിഷനുണ്ട്. അവരുടെ പോപ്പുലേഷനെ വളരെ ബുദ്ധിപരമായിട്ട് ഉപയോഗിച്ചുകൊണ്ട് ഉത്തർപ്രദേശ് എന്ന് പറയുന്ന സംസ്ഥാനത്തെ ഡെവലപ്മെന്റിലേക്ക് കൈപിടിച്ചുയർത്തുന്നതാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇപ്പോൾ UP എന്ന് പറയുന്നത് ഇന്ത്യയിലെ തന്നെ ഒരു ഡിജിറ്റൽ IT ഹബ്ബായിട്ട് എമേർജ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നോയിഡയും ഗ്രേറ്റർ നോയിഡയും ലക്നൌവും ഒക്കെ ലീഡ് ചെയ്യുന്ന പൊസിഷനിലേക്ക് വളർന്നുകൊണ്ടിരിക്കുകയാണ്.
ഇപ്പൊ തന്നെ 100 കണക്കിന് IT യൂണിറ്റുകളും വമ്പൻ കമ്പനികളും ഒക്കെ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ റിസർച്ച് രംഗത്ത് കാര്യമായ ഒരു വളർച്ച അല്ലെങ്കിൽ ആ ഒരു മേഖലയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു ഗ്രോത്ത് UP കാണിക്കുന്നുണ്ട്. ഇലക്ട്രോണിക്സ്, ടെക്സ്റ്റൈൽസ്, ഓട്ടോമൊബൈൽസ്, ഫുഡ് പ്രോസസ്സിംഗ്, റിന്യൂവബിൾ എനർജി തുടങ്ങിയ മേഖലകളിലൊക്കെ തന്നെ അസാധ്യമായ നേട്ടങ്ങളാണ് ഉത്തർപ്രദേശ് കൈവരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ സ്റ്റാർട്ടപ്പ് രംഗത്തുണ്ടായിരിക്കുന്ന ബൂം, ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായൊരു പുരോഗതി. ഏകദേശം 18,000-ഓളം ആക്റ്റീവായിട്ടുള്ള സ്റ്റാർട്ടപ്പുകളാണ് സമീപകാലത്തായിട്ട് ഉത്തർപ്രദേശിൽ ഇപ്പോൾ സ്ഥാപിതമായിട്ടുള്ളത്. AI, അഗ്രികൾച്ചർ ടെക്, ഫിൻടെക്, ഡ്രോൺ ടെക്നോളജിയിൽ അങ്ങനെ വിവിധ മേഖലകളിൽ വൻ ഇൻവെസ്റ്റ്മെന്റ്സ് ആണ് ഈ സ്റ്റാർട്ടപ്സ് ഒക്കെ തന്നെ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവർ കാര്യമായിട്ടുള്ള റിസൾട്ട് നൽകുന്നുമുണ്ട്. അപ്പോൾ ഈ 2047 6 ട്രില്യൺ, 2030 $1 ട്രില്യൺ GDP ഉള്ള ഒരു സ്റ്റേറ്റ് ആയിട്ട് മാറുക എന്നുള്ളതാണ് UPയുടെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്. നിരവധി കമ്പനികൾ, ഇപ്പോൾ ഫേസ്ബുക്ക് ആയിക്കോട്ടെ, ഗൂഗിൾ ആയിക്കോട്ടെ, ആപ്പിൾ ആയിക്കോട്ടെ, മൈക്രോസോഫ്റ്റ് ആയിക്കോട്ടെ, ഇൻവെസ്റ്റ്മെന്റ്സ് പദ്ധതികളുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അവരുടെയൊക്കെ പരിഗണനയിൽ ഉത്തർപ്രദേശ് എന്ന് പറയുന്ന ഒരു സംസ്ഥാനമുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിൽ പ്ലാനിങ്ങോടുകൂടി ഒരു ഭരണകൂടം അധികാരത്തിലെത്തി ഭരണം നടത്തുകയാണെങ്കിൽ എത്ര മോശം സ്റ്റേറ്റ് എന്ന് പറഞ്ഞ ഒരു സ്റ്റേറ്റിനെയും നമുക്ക് ഇതുപോലെ ഒരു പുരോഗതി കൈവരിക്കുന്ന സ്റ്റേറ്റ് ആക്കി മാറ്റിയെടുക്കാൻ പറ്റും. ഇപ്പോൾ ഉത്തർപ്രദേശ് ഇന്ത്യയിലെ നമ്പർ 1 ആണെന്നല്ല ഞാൻ പറയുന്നത്. 2014-13 കാലഘട്ടത്തിലൊക്കെ ആരും വകവയ്ക്കാതെ അവഗണിച്ച് കിടന്ന ഒരു സ്റ്റേറ്റ് ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും അധികം ഇൻവെസ്റ്റ്മെന്റ്സ് വരുന്ന സ്റ്റേറ്റുകളിൽ ഒന്നായിട്ട് മാറുകയും രാജ്യത്ത് തന്നെ ഏറ്റവും അധികം വളർച്ച കൈവരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നായിട്ട് മാറുകയും ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അതൊരു നിസ്സാരമായ വളർച്ചയല്ല. ഇപ്പോൾ അഗ്രികൾച്ചർ സെക്ടറിൽ 28.4% GDP ഗ്രോത്താണ് ഉത്തർപ്രദേശ് കാണിച്ചിരിക്കുന്നത്. സർവീസ് മേഖലയിൽ 47%, ഇൻഡസ്ട്രീസിൽ ഏകദേശം 24.6%. അപ്പോൾ ഈ തരത്തിൽ ഉത്തർപ്രദേശ് അതിവേഗത്തിലാണ് വളരെ ശക്തമായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല നിലവിൽ ഉത്തർപ്രദേശിന്റെ GDP പർച്ചേസ് പവർ പാരിറ്റി $1.5 ട്രില്യൺ ആണ്. ഉത്തർപ്രദേശിന്റെ നോമിനൽ GDP $360 ബില്യൺ ആണ്. പാകിസ്ഥാന്റെ നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് എക്സ്പെക്ട് ചെയ്യുന്ന അവരുടെ ഒരു ഗ്രോത്ത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ പാകിസ്ഥാന്റെ നോമിനൽ GDP $410 ബില്യൺ ആണ്. അവരുടെ GDP പർച്ചേസ് പവർ പാരിറ്റി 1.6 ട്രില്യൺ ആണ്. എന്ന് വെച്ചാൽ ഏതാണ്ട് ഉത്തർപ്രദേശിന് അടുത്താണ് ഇന്ന് പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ടോട്ടൽ GDP നിൽക്കുന്നത്. അത് പർച്ചേസ് പവർ പാരിറ്റി ആണെങ്കിലും നോമിനൽ GDP ആണെങ്കിലും അവിശ്വസനീയമായ വളർച്ച കൈവരിക്കുക എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. ഇത് ശരിക്കും ഉത്തർപ്രദേശ് നമ്മുടെ മുമ്പിൽ ഒരു മാതൃകയാണ്. അതിന്റെ റീസൺ എന്ന് പറയുന്നത് ഈ ഉത്തർപ്രദേശ് അങ്ങനെ ആയിരുന്നു ഒരു കാലത്ത്. ഈ വെസ്റ്റ് ബംഗാളിനെയൊക്കെക്കാൾ പുറകിൽ കിടന്നിരുന്ന ഒരു സ്റ്റേറ്റ്, വളരെ പുറകിൽ. ഇപ്പോൾ വെസ്റ്റ് ബംഗാൾ എന്ന് പറയുന്നത് ശരിക്കും ഉത്തർപ്രദേശ് അതിനേക്കാൾ ബെറ്റർ ആണ്. വെസ്റ്റ് ബംഗാളാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നത്. വെസ്റ്റ് ബംഗാൾ, ബീഹാർ ഇങ്ങനെയൊക്കെയുള്ള 1-2 സ്റ്റേറ്റുകളാണ് ഇന്ത്യയിൽ കുറച്ച് മോശമായിട്ട് പറയാനായിട്ടുള്ളൊരു സ്റ്റേറ്റ്. വെസ്റ്റ് ബംഗാളൊക്കെ വലിയ പൊട്ടൻഷ്യലുള്ള, വലിയ ചരിത്ര പ്രാധാന്യമുള്ള സ്റ്റേറ്റ് ആണെങ്കിലും ഭരണകൂടത്തിന്റെ കയ്യിലിരിപ്പ് കൊണ്ടാണ് ഇപ്പോഴും ഒരു പ്രതീക്ഷിച്ച ഒരു വളർച്ച കൈവരിക്കാതെ നിൽക്കുന്നത്. ബീഹാർ വളരെ പുറകിലാണ്. ഇന്ന് ഉത്തർപ്രദേശ് ശരിക്കും ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളെക്കാൾ മികച്ച രീതിയിൽ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തി വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അവരെ എന്തൊക്കെ പറഞ്ഞ് ഒരു കാലത്ത് കളിയാക്കിയെന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ ആ ഒരു സ്റ്റേറ്റ് അവരിപ്പോൾ അവരുടെ വളർച്ചയിൽ മാത്രം ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോവാണ്. നമ്മൾ ഉത്തർപ്രദേശിൽ നിന്ന് പണ്ട് കേട്ടിരുന്നത് പോലെ അങ്ങനെ നിരന്തരമായിട്ട് ഗുണ്ടായിസത്തിന്റെ വാർത്തകളോ പീഡനത്തിന്റെ വാർത്തകളോ ഇന്ന് കേൾക്കുന്നില്ല. അപൂർവമായിട്ടൊക്കെ ഉണ്ടാവുന്നില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, ഉണ്ട്. പക്ഷേ ഈ പറയുന്ന നിലവിലെ ഭരണകൂടം അവിടെ എടുക്കുന്ന കർക്കശപരമായ നിലപാടുകൾ കാരണം കുറ്റവാളികളോ അല്ലെങ്കിൽ ആ ഒരു കുറ്റവാളികളുടെ വാസനയുള്ള മനുഷ്യരോ അടങ്ങി ഒതുങ്ങി മര്യാദയ്ക്ക് ജീവിക്കുകയാണ് അവിടെ. കാരണം പണി കിട്ടുമെന്ന് അറിയാം. പല കേസുകളിലും നിയമം കയ്യിലെടുത്തുകൊണ്ട് പോലും കുറ്റവാളികൾക്ക് കർശനമായിട്ടുള്ള ശിക്ഷകൾ വിധിക്കപ്പെടുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ട്. പോലീസ് സ്പോട്ടിൽ വെടിവെച്ച് കൊല്ലുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട് പീഡന കേസുകളിലൊക്കെ. അതൊരു വലിയൊരു ചർച്ചാ വിഷയമാണെങ്കിൽ കൂടി അവിടെ ഉള്ള കള്ളന്മാർക്കും കൊള്ളക്കാർക്കും അല്ലെങ്കിൽ പീഡന വീരന്മാർക്കും ഒക്കെ ഭയമാണ് ഭരണകൂടത്തെയും അവരുടെ സിസ്റ്റത്തെയും. ആ ഭയത്തിൽ നിന്ന് അവർ മര്യാദയ്ക്ക് ജീവിക്കാൻ തുടങ്ങിയപ്പോൾ ഉത്തർപ്രദേശ് താരതമ്യേന ശാന്തമായി. ഇത്രയും വലിയ പോപ്പുലേഷൻ ഉള്ള ഒരു സ്റ്റേറ്റ് ആണ്. നമ്മൾ മനസ്സിലാക്കേണ്ട, നമ്മുടെ കേരളത്തിൽ ആകെ 3.5 കോടി ജനങ്ങളേ ഉള്ളൂ. ഉത്തർപ്രദേശിൽ 24 കോടി ജനങ്ങളാണ്. 24 കോടി എന്ന് പറയുമ്പോൾ നമ്മുടെ എത്ര ഇരട്ടിയാണ്. അതായത് പാകിസ്ഥാനിൽ ഉള്ള അത്രയും പോപ്പുലേഷൻ, ചിലപ്പോൾ അതിനേക്കാൾ കൂടുതൽ ഉത്തർപ്രദേശ് എന്ന് പറയുന്ന ഇന്ത്യയുടെ ഒരു സ്റ്റേറ്റിലുണ്ട്. അതായത് ഉത്തർപ്രദേശിനേക്കാൾ ഒരു 6-7 കോടി ജനങ്ങൾ കൂടുതലുണ്ട് അമേരിക്കയിൽ. പറയാൻ എളുപ്പം അതാണ്. കുറച്ചും കൂടി നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കേണ്ടത് ഈ റഷ്യയിലുള്ള ടോട്ടൽ പോപ്പുലേഷൻ 14 കോടിയാണ്, ഉത്തർപ്രദേശിൽ 24 കോടിയാണ്. റഷ്യയിലുള്ളതിനേക്കാൾ 10 കോടി മനുഷ്യർ ഉത്തർപ്രദേശിൽ താമസിക്കുന്നുണ്ട്. റഷ്യ എത്ര വലിയ രാജ്യമാണ്, ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യം. ആ വലിയ രാജ്യത്ത് ആകെ കൂടി 14 കോടിയേ ഉള്ളൂ. ഉത്തർപ്രദേശ് എന്ന് പറയുന്ന ഇന്ത്യയുടെ ഒരു സംസ്ഥാനത്ത് മാത്രം 24 കോടിയുണ്ട്. അപ്പോൾ ആ 24 കോടി മനുഷ്യരെ നിയന്ത്രിക്കുക, ഭരിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമൊന്നുമല്ല.
പക്ഷെ അവിടെ അത് കൃത്യമായ സിസ്റ്റം ഉണർന്ന് പ്രവർത്തിച്ചപ്പോൾ, ഇച്ഛാശക്തിയുള്ള ഒരു ഭരണകൂടം വന്നപ്പോൾ അവിടെ ക്രമസമാധാനം കൺട്രോളിലായി, കുറ്റകൃത്യങ്ങളുടെ എണ്ണം കുറഞ്ഞു. അതോടൊപ്പം തന്നെ അവിടെ ഇൻവെസ്റ്റ്മെന്റ്സ് വരാൻ തുടങ്ങി, ബിസിനസ്സുകാർക്ക് അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സിന് കോൺഫിഡൻസ് വന്നു, ഗവൺമെന്റ് സ്ട്രോങ് ആയപ്പോൾ അവിടെ ഡെവലപ്മെന്റ്സ് പതിയെ വരാൻ തുടങ്ങി. ഇതിലൂടെ ജനങ്ങൾക്ക് തൊഴിലവസരം കിട്ടാൻ തുടങ്ങി, അവിടെ എക്കണോമിക് ഗ്രോത്ത് സാധ്യമാകാൻ തുടങ്ങി. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.